എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ അരി വറുത്ത് പൊടിച്ച് ഉണ്ടയായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു നല്ലൊരു ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ഇത്. ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ കുറച്ച് നാൾ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. മട്ട അരി, അതായത് റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി 3-4 വട്ടം കഴുകി ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മുഴുവൻ പോയി നല്ലതുപോലെ ഡ്രൈ ആയി വന്നു. എന്നിട്ട് അതൊരു പാൻ അല്ലെങ്കിൽ ചീനച്ചട്ടി വെച്ചിട്ട് അതിലിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. അതിൻ്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി നല്ലതുപോലെ പൊട്ടി വരണ ഒരു സൗണ്ട് കേൾക്കും. ആ സമയത്ത് എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ കൈവിടാതെ ഇളക്കണം എന്നുള്ളതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ലതുപോലെ ഇളക്കി അരി പൊട്ടി ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പരന്ന പ്ലേറ്റിലേക്കാണ് ഇത് മാറ്റുന്നത്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഇരിക്കുന്നത്. മറ്റേ ഭാഗത്ത് 2 ബാച്ചായിട്ടാണ് ഞാൻ അരി വറുത്തെടുത്തത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ച് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ വലിയ തരികളുണ്ടാവും. അപ്പം നമുക്ക് ആ ഉണ്ട കഴിക്കാനായിട്ട് അത്ര സുഖം ഉണ്ടാവില്ല. അപ്പം നല്ലതുപോലെ ഒന്ന് പൊടിച്ച് അരിച്ചെടുക്കണം. ഇപ്പം ഞാൻ മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒരു ബാച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഇതിൽ അരിപ്പയുടെ അടിയിൽ വരുന്ന ഇത് വീണ്ടും നമുക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് അരി വറുത്തത് ഇട്ട് പൊടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ അരിച്ച് കിട്ടുന്ന ഇതിൻ്റെ തരികളും കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അരി വറുത്തത് നമ്മൾ മുഴുവൻ പൊടിച്ചെടുത്ത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു കുറച്ച് പൊടി നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. അതായത് നമ്മൾ ഒറ്റയടിക്ക് ഫുള്ളും ഇട്ട് കൊടുക്കുന്നില്ല, കുറേശ്ശെയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇവിടെ ശർക്കര ഞാൻ ഉരുക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കല്ലില്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് തന്നെ അരിക്കുന്നില്ല. കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂണോളമൊക്കെ വെള്ളം ചേർത്തുള്ളൂ. എന്നിട്ട് ഉരുക്കാൻ വെച്ചു. അതായത് ഒരു 125 ഗ്രാം ശർക്കര, 200 ഗ്രാമിൽ താഴെ ഉണ്ടാവുള്ളൂ ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഉരുകി വന്നപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ കട്ട മുഴുവൻ ഒന്ന് അലിഞ്ഞു വരണം. അരിക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി. കണ്ടോ, ആ ചൂടത്ത് കിടന്ന് ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് തേങ്ങ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് അരി പൊടിച്ചു വെച്ചിരിക്കുന്നത്, വറുത്ത അരി പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഒരുമിച്ചിട്ട് കൊടുക്കണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇനിയും കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കാം, വറുത്ത പൊടിയും കൂടെ കുറച്ചും കൂടെ ചേർക്കാം. വീണ്ടും ചേർത്തു. ഇനി വീണ്ടും ഇളക്കി നല്ലപോലെ എല്ലാ ഭാഗത്തും ശർക്കരയുടെ ഇത് എത്തത്തക്ക വിധത്തിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ ചൂടോടുകൂടി തന്നെ ഇനി നമുക്ക് സ്റ്റൗ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്രയും ശർക്കര എടുത്തപ്പോൾ നല്ലതുപോലെ മധുരമുണ്ട്. വേണമെങ്കിൽ ഇത്രയും ശർക്കര ചേർക്കണം എന്നില്ല, മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് ശർക്കര കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. ഇനിയും ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ, നമുക്ക് കൈകൊണ്ട് ഉരുട്ടാൻ പാകത്തിനായി കഴിയുമ്പോൾ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒരു ചെറു ചൂടോടുകൂടി തന്നെ ഉരുട്ടണയാണ് നല്ലത്. ഞാനിവിടെ ഉരുട്ടിയെടുക്കാൻ പോവുകയാണ്. നല്ലതുപോലെ ഉരുട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇതായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ടിരിക്കും. ഒരു ഡ്രൈ ആയ പോലെ ഒരു ഫീൽ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഞാനൊരു
ഉണക്ക മുന്തിരിയും കൂടെ വെച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് ഉരുട്ടി സെറ്റാക്കി വെച്ചു. കണ്ടില്ലേ, ഇതുപോലെ മുഴുവൻ ക്വാണ്ടിറ്റി ഉരുട്ടിയെടുക്കണം. നല്ല സോഫ്റ്റ് ആണെന്ന് നമുക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. വായിലിട്ട് അലിഞ്ഞു പോവും. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്തോളൂ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാം.